കൊച്ചി വൈറ്റ്ല ബാറിലെ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. കേസിൽ മോഡലായ അലീന, ഷഹിൻ ഷാ, അൽ അമീൻ എന്നിവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയതിന് 5 പേർക്കെതിരെ മരട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പുതിയ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. രാഗിൻ വിവരങ്ങളുമായി ചേർന്നത്. രാഗിനി, വൈറ്റ്ല ബാറിലെ സംഘർഷത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നേരത്തെ വന്നാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ ആ കേസിൽ ഉണ്ട് എന്നത് നേരത്തെ വ്യക്തമായിരുന്നു. ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്? രതീഷ്, കൊച്ചി വൈറ്റ്ലയിലെ ബാറിലാണ് കഴിഞ്ഞ 16-ന് ഒരു സംഘർഷം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അലീന, ഷഹിൻ ഷാ, അൽ അമീൻ, ഈ 3 പേരാണ് അറസ്റ്റിലായത്. ഇവർ ഈ അലീന മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പോലീസ് പറയുന്നത് ഈ അലീനയും മറ്റ് 4 പേരും അവിടെ ബാറിലെത്തി മദ്യപിക്കാൻ. അതിനുശേഷം അവിടെ ഒരു മധ്യവയസ്കനുമായി തർക്കമുണ്ടായി. ആ തർക്കത്തിന് ശേഷം ആ തർക്കം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ ബാർ ജീവനക്കാരടക്കം ഇടപെട്ടുകൊണ്ട് അത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിലുള്ള വൈരാഗ്യം നിമിത്തം ഇവർ പോയ ശേഷം തിരിച്ചു വന്ന് അവിടെ മാരകായുധങ്ങളുമായി ആക്രമണം നടത്തി എന്നതാണ് കേസ്. ഇന്നലെ ഈ വടിവാളുമായി അടക്കം എത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. 3 പേർ അറസ്റ്റിലായിരുന്നു. അലീനയും നേരത്തെ സൂചിപ്പിച്ച അലമീനും ഷഹിൻ ഷായുമാണ് അറസ്റ്റിലായത്. എന്നാൽ ഇന്നലെ അവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു എന്നതാണ് വ്യക്തമാക്കി. ഇടക്കാല ജാമ്യം അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇനിയും 2 പേരെ കിട്ടാനുണ്ട്. ഒരു വൈഷ്ണവ് എന്ന അടക്കം കിട്ടാനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശരി, മരട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അക്രമ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, അതിന്റെ തെളിവായി കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.